ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലൈഹി. ഖബർ കുമ്മായമിടാൻ പറ്റുമോ? ഖബർ കുമ്മായമിടാൻ പറ്റുമോ എന്ന് ഒരു ചർച്ച. പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും മറ്റും. ഖബറിന്റെ മുകളിൽ കുമ്മായമിടുന്നതിനെ സംബന്ധിച്ച് ഷാഫിഈ മദ്ഹബ് അതുപോലെ മറ്റു പണ്ഡിതന്മാർ എന്ത് പറയുന്നു? മദ്ഹബിലെ സാധാരണക്കാരെ ഖബറിന്റെ മുകളിൽ നിർമ്മാണവും ബിൽഡിംഗ് ഒന്നും പാടില്ല എന്നതിൽ തർക്കമേ ഇല്ല. അതാണ് സാധാരണ കിതാബുകളിലൊക്കെ ഖബറിന്റെ മുകളിൽ നിർമ്മാണം വിരോധിക്കപ്പെട്ടു എന്ന് കാണാം. കുമ്മായം തേക്കുന്നതിനുമായി സംബന്ധിച്ച് ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം എന്ത്? തീ തൊട്ട സാധനം ആണ് കുമ്മായം. ആ തീ തൊട്ട സാധനം ഖബറിന്റെ മുകളിൽ ഉപയോഗിക്കാതിരിക്കേണ്ടതാണ്, കറാഹത്താണ് എന്നാണ് ഒരു വീക്ഷണം. ആ വീക്ഷണം ചില കിതാബുകളിലൊക്കെ കാണാം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, തുഹ്ഫയുടെ 3-ാം വാള്യം 196-ാമത്തെ പേജ്, വൈക്റഹു തജ്സീസുൽ ഖബറി തബയ്യിലുഹു ബിൽ ജസ്സി, ഖബർ കുമ്മായമിടൽ കറാഹത്താണ്. ലാ തതയ്യിനുഹു, അതിനെ മണ്ണ് തേച്ചുകൊണ്ട്, കുമ്മായമിടാതെ മണ്ണ് തേക്കുന്നത് കുഴപ്പമില്ല. നമ്മുടെ പല മഹാന്മാരുടെ ഖബറും കുമ്മായം ആ ഖബറിന്റെ മുകളിൽ ഇടാതെ അതിനെ ഒരു ചാൻ ഉയർത്തി അല്പം പരുത്തി പിന്നീട് അതിന്റെ മുകളിൽ ഒരു മരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെയോ പെട്ടി വെക്കലാ പതിവ്. അതിന് ചുറ്റും വലിയ കുബ്ബയും നിർമ്മിക്കും. മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കുന്നത് ഖുർബത്താണെന്ന് തുഹ്ഫയിൽ തന്നെ ഇബ്നു ഹജർ തങ്ങൾ ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് വിവരിച്ചുകൊണ്ട് എല്ലാ അയിമത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മഹാന്മാരുടെ ഖബർ അനധികൃതമല്ലെങ്കിൽ ഒരിക്കലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ മണ്ണ് തേച്ചുകൊണ്ട് ആവാം, ചളിമണ്ണ് തേക്കാം എന്ന് അതിൽ തർക്കമില്ല. അതിന്റെ മുകളിൽ മരപ്പലക വെച്ചുകൊണ്ട് ബഹുമാനിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ മമ്പുറത്തൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഇരുമ്പ് പെട്ടി വെക്കാൻ പാടില്ല എന്നോ പറഞ്ഞിട്ടില്ല. ലാ തതീനഹു, മണ്ണ് തേച്ചുകൊണ്ട് അതിനെ നന്നാക്കാം. കുമ്മായമിടുന്നത് കറാഹത്താണ് എന്ന അഭിപ്രായം അനുസരിച്ച് മണ്ണ് തേക്കുന്നത് വിരോധമില്ല. കമാന സാലിഹി, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മുഗ്നിയിൽ പറയുകയാണ്. മുഗ്നി 1-ാം വാള്യം 364-ാമത്തെ പേജ്. ഖാല ഫിൽ മജ്മൂ ഇന്നഹു സ്വഹീഹ്, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് അതാണ് ശരിയായ മദ്ഹബ്. വൈൻ ഖാലഫ ഇമാം അൽ ഹറമൈൻ പറഞ്ഞിട്ടുണ്ട്, വൽ ഗസാലി ഫീ ദാലിക ഫതഅലഹു കത്തജ്സീസി. എന്നിട്ട് പറയുന്നു എന്തുകൊണ്ടാണ് ഈ കുമ്മായമിടൽ പാടില്ല എന്ന് പറയുന്നത്, കറാഹത്താണെന്ന് പറയുന്നത്? അത് ഹശിയത്തു സുയൂത്തി, നസായിയുടെ സുനനിന്റെ ശറഹിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അതിന്റെ 3-ാം വാള്യം 270-ാം പേജിൽ പറയുന്നു, അന്നൽ ഹിക്മത ഫിൻ നഹി അൻ തജ്സീസിൽ ഖബറി, ഖബറിന്റെ മുകളിൽ മണ്ണ് കുമ്മായമിടൽ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് എന്തുകൊണ്ടാണ്? കൗനുൽ ജസ്സി യുഹരിക ബിന്നാർ, ഈ കുമ്മായം തീ കൊണ്ട് കരിക്കപ്പെട്ടു ഉണ്ടാക്കപ്പെട്ടതാണ്. വഹീനയിലും ഫലാ ബഅസ ബിത്തതീനി, മണ്ണ് തേക്കുന്ന ഒരു വിരോധവുമില്ല. കമാ നസ്സ അലൈഹി ഷാഫിഈ, ഷാഫിഈ ഇമാം തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നല്ല, കുമ്മായവും ഇടാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുകളിൽ മണ്ണ് തേക്കുന്നത് വിരോധമില്ലെന്ന് പറഞ്ഞത് മുഗ്നി ഇബ്നു ഖുദാമ ഹംബലിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹസൻ ഷാഫിഈ ഇമാം ഹസൻ ബസ്രി എന്നിവരും അതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണം പറ്റുമെന്ന് പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്.
ഇമാം അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മിർഖാത്തുൽ മഫാത്തിഹിന്റെ 2-ാം വാള്യം 372-ാമത്തെ പേജിൽ പറയുന്നു, വഖദ് അബാഹ സലഫുൽ ബിനാ അലാ ഖബ്റിൽ മശായിഖ്, മശായിഖന്മാരെ ഖബറിന്റെ മുകളിൽ നിർമ്മാണം ഹലാലാക്കിയിട്ടുണ്ട്. വൽ ഉലമാഇൽ മശ്ഹൂരീന, പ്രശസ്ത പണ്ഡിതന്മാരുടെ ഖബറിന്റെ മുകളിലും നിർമ്മിക്കാൻ ഹലാലാക്കിയിട്ടുണ്ട്. ആദ്യ സലഫുകൾ, സലഫ് എന്ന് പറഞ്ഞാൽ പോരാ, യസൂറഹുൻ നാസ് വയസ്തരീഹു ബിൽ ജുലൂസി, ജനങ്ങൾ അവരെ സിയാറത്ത് ചെയ്യാനും അവിടെ ഇരിക്കൽ കൊണ്ട് അവരെ എന്താകാനും സമാധാനം കൊള്ളാനും വേണ്ടി. അതുപോലെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖബറിന്റെ മുകളിൽ ഖുബ്ബ നിർമ്മിക്കൽ ഖുർബത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഖുർബ ശമിൽ അൽ ഖുർബ, കബിനായി മസ്ജിദ് പള്ളി നിർമ്മിക്കും പോലെ, ആലിമെ പോലത്തെ ഖബറിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കും പോലെ 5-ാം വാള്യത്തിൽ കാണാവുന്നതാണ്. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ അത് നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹീങ്ങളുടെ ഖബറുകൾ ഒഴിവാക്കണം പാടില്ല എന്ന് പറഞ്ഞതിൽ പെടുകയില്ല. കല്ലംബിയായി ശുഹദാ, അംബിയാക്കൾ ശുഹദാക്കൾ പോലെ. ശാഫി മദ്ഹബിലെ വലിയൊരു കിതാബാണ് ഹശിയത്തു ശർക്കാവിയിൽ പറയുന്നു, മദ്ഹബ് ശാഫി വിവരിക്കുകയാണ്, ഫജൂസ് ബിനാഉ അലൈഹി സിയാറത്തി വതബറുക്കി, അങ്ങനെയുള്ളത് നിർമ്മിക്കാം, ഖബറുകൾ അങ്ങനെ നിർമ്മിക്കാം, സിയാറത്തിന് ജീവിപ്പിക്കാനും ബറക്കത്തിനും ജീവിപ്പിക്കാനും. കാല അത് കുബ്ബ കൊണ്ടാണെങ്കിലും ശരി. ഹലബി ഇമാം അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട്. വലിയ മഹാനായ ഷെയ്ഖ് സയ്യാദി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇബ്രാഹിം ഇബ്നു റസൂലില്ലാഹി ബിൽ ബഖീ, ഇമാം നബവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാ വൽ ലഗാത്തിൽ പറയുന്നു, റസൂലുള്ളാഹിന്റെ മകൻ ഇബ്രാഹിം നബിയുടെ ഖബർ ബഖീഇലാണ്. ഖബറു മശ്ഹൂർ അലൈഹി ഖുബ്ബ, അതിന്റെ മേലിൽ വലിയ ഖുബ്ബയുണ്ട്, വലിയ ഖുബ്ബയുണ്ട്. ഇതുപോലെ ഉഖൈൽ ഇബ്നു അബി അബ്ദുല്ലയുടെ ചരിത്രം പറഞ്ഞെടുത്ത് ഇമാം നബവി റളിയല്ലാഹു അൻഹു തഹ്ദീബിൽ പറയുന്നു, വഖദ് കുഫ ബസറു വദഫന ബിൽ ബഖീ, ജന്നത്തുൽ ബഖീഇലെ ഖബറിലെ ഖബറു മശ്ഹൂർ, അവരുടെ ഖബർ അറിയപ്പെട്ടതാണ്. അലൈഹി ഖുബ്ബ, അവരുടെ ഖബറിന്റെ മുകളിൽ വലിയ ഖുബ്ബയുണ്ട്. അതൊക്കെ വഹാബികൾ പൊളിച്ചു നീക്കിയതാണ്. അതേ മൗദൂദ് മൗലവി തന്നെ അയാളുടെ ചരിത്ര പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പറ്റി തഹ്ദീബിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, ബിൽ ബഖീ, അത് ബഖീഇലാണ്. ഖബറു ബിൽ ബഖീ, ബഖീഇന്റെ കവാടത്തിലെ ഖബർ. അലൈഹി ഖുബ്ബ, ഇപ്പോൾ പോയി നോക്കിയാൽ കാണുകയില്ല. വഹാബി ഭീകരവാദികളായ കർസേവകർ പൊളിച്ചു നീക്കിയതാണ്. അങ്ങനെ പറ്റുമെന്നും വലിയ ഖുബ്ബ ഉണ്ടാക്കണമെന്നും ധാരാളം തെളിവുകൾ ഉണ്ട്. അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുകളിൽ ഖുബ്ബയുണ്ടെന്ന് വഫാ ഉൽ വഫാ 3-ാം വാള്യം 921-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ ഖുബ്ബ നിർമ്മിക്കൽ പുണ്യമാണ്, അതിന്റെ മുകളിൽ നിർമ്മാണം നല്ലതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മണ്ണ്, അതിന്റെ നേരെ മുകളിൽ മണ്ണ് കൊണ്ടാണ് വേണ്ടത്. അത് കുമ്മായം കൊണ്ട് പറ്റുമോ ഇല്ല എന്നതിൽ 2 അഭിപ്രായമുണ്ട്. അതിൽ ചില അഭിപ്രായമാണ് മണ്ണ് കൊണ്ട് പറ്റും, ഏതുകൊണ്ട് പറ്റില്ല, കുമ്മായം കൊണ്ട് പറ്റില്ല. എന്നാൽ കുമ്മായം കൊണ്ടും പറ്റും. ചിലപ്പോ പഴയ കാലത്തൊക്കെ കുമ്മായം എന്ന് പറഞ്ഞാല് നല്ല കുമ്മായമായിരിക്കും, എന്ന് പറഞ്ഞാൽ തീയിനാൽ കരിക്കപ്പെടാത്ത കുമ്മായമായിരിക്കും. അത് തേച്ച പല ഖബറുകളുമുണ്ട്. അത് തേക്കുന്നതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടും ഉണ്ട്. തീ തൊട്ട കുമ്മായമാണ് പറ്റാത്തത്, അതാണ് വിരോധിക്കപ്പെട്ടത്. അതും തന്നെ പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അത് അടിസ്ഥാനത്തിൽ പലർത്തും നടത്തുന്നുണ്ട്. സലഫുകൾ അങ്ങനെ ചെയ്തിരുന്നു, നിർമ്മിച്ചിരുന്നു എന്ന് ഇമാം അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി മിർഖാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബുജൈരിമിയിൽ ശാഫിഈ മദ്ഹബ് തന്നെ വിവരിച്ചുകൊണ്ട് മഹാന്മാരുടെ ഖബറാകുമ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. അള്ളാഹു ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും.